മനസ്സിലായി. എനിക്ക് കുറച്ചും കൂടി ക്യൂരിയസ് ആയിട്ടുള്ളതും കുറച്ചും കൂടി അറിയാൻ ആഗ്രഹമുള്ള ശരിക്കും എ ഐ. കാരണം ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്നാലും വെബ്സൈറ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താലും ഫുൾ എ ഐ കണ്ടന്റ്സ് ആണ്. അപ്പൊ എ ഐ കണ്ടന്റ്സ് ഉണ്ട്, എ ഐ ആസ് എ ടോപ്പിക്, ഈവൻ ChatGPT ഒരു മേജർ ടോപ്പിക്കാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റൻ വെച്ചാൽ ആസ് എ ടെക് ഫൗണ്ടറോ CTO നമുക്കൊരു എ ഐയുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം വരും? ബിക്കോസ് എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എ ഐ വരുമ്പോൾ നമുക്ക് ജോബ്സ് ലൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം നമുക്ക് ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും? അതിൽ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരിക്കലും ഒരു ഹ്യൂമൻ ബ്രെയിനിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് ബിസിനസ് ലോജിക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വെച്ചിട്ട് നമുക്ക് അതിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അതേപോലെ ഒരു ഡീപ്പ് ആർക്കിടെക്ചർ നമുക്ക് കൂടുതൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും പറ്റില്ല. പക്ഷെ നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ജോബ് പോകാൻ ചാൻസസ് ആവും. അതെ, നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിന്റെ ഒരു ടേം അതാണ്, നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് റീപ്ലേസ് ചെയ്യോ അല്ലെങ്കിൽ നമ്മുടെ ജോബ് ലോസ് ആവും എന്നുള്ളതല്ല. ആ ഒരു കോൺസെപ്റ്റ് വിട്ടിട്ട് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു മോഡലിലോട്ട് നമുക്ക് ഡിസ്കഷൻ കൊണ്ടുവരിക എന്നുള്ളത് അരുണിനെ സ്റ്റിച്ച് അതുപോലത്തെ ടൂൾസുകളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പനീസിലാണെങ്കിൽ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കോൺസെപ്റ്റ്. അപ്പം നമ്മൾ ചെയ്യുന്ന റിസൾട്ട് പ്രോപ്പർ റിസൾട്ട് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ തന്നെ അത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്ക് അതിന്റെ പ്രോംപ്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇൻസൈറ്റ്സ് കിട്ടും. അതിൽ നിന്ന് ക്ലയന്റിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ഇപ്പോൾ ഫിഗ്മയിൽ കിട്ടുന്നതാണെങ്കിൽ ഫിഗ്മയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വന്നാലും UX പഠിക്കാൻ വന്നാലും അവർക്ക് ബേസിക്കലി എ ഐയുടെ ഒരു ഇനേബിൾമെന്റ് ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ടൂൾസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കോഡിംഗ് ലെവലിലാണെങ്കിൽ നമുക്കിപ്പോൾ VS കോഡിലാണെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. അതേപോലെ ഗിറ്റ്, കോപൈലറ്റ്, ഇങ്ങനത്തെ കുറെ ടൂൾസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ട് അതെല്ലാം നമുക്ക് ഈസി ആക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കോഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ പണ്ട് നമുക്കൊരു ടെക് ലീഡ് ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ടെക് ലീഡ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യൽ ലെവലിൽ ആസ് എ ഡെവലപ്പർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് അതിന്റെ കോഡ് റിവ്യൂ കാര്യങ്ങൾ ടൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബി എയിൽ നമ്മൾ സ്കോപ്പ്, കോമ്പറ്റീറ്റീവ് സ്റ്റഡി, അല്ലെങ്കിൽ നമ്മളൊരു ചെയ്യുന്ന സംഭവം, നമുക്ക് ബിസിനസ് മോഡൽസും ഐഡിയാസും കാര്യങ്ങളും ഡാറ്റ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇത് ഇതിന്റെ ഒരു പ്രോംപ്റ്റിൽ നമുക്കറിയാം. അപ്പോൾ നമുക്ക് അവിടെ ഡൊമൈൻ നോളജ് ഉണ്ടായാൽ മതി. നമുക്ക് എപ്പോഴും വേണ്ടത് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഇൻ അനദർ വേ നമുക്ക് ആ ഒരു ഡൊമൈൻ നോളജ് ആണ്. കോഡിംഗിൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാനൊരു കോഡർ ആയിരിക്കും അല്ലേ. അതേപോലെ ഞാനൊരു ഏതെങ്കിലും ഒരു IT സർവീസ് ആണ് ഞാൻ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് IT സർവീസിന് ഓവറോൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് നോളജ് വേണം, എനിക്ക് ആ ഒരു സ്കിൽ സെറ്റ് വേണം. അപ്പൊ എനിക്ക് അത് ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിലെ പ്രോപ്പർ റിസൾട്ടിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് AI സപ്പോർട്ട് എടുക്കണം.